റോഡിൽ നിന്ന് വീഡിയോ ചെയ്യുന്നതിനോട് എതിർപ്പുണ്ടെന്ന് ദാസേട്ടൻ പറഞ്ഞു. പക്ഷെ രേണുസുതി ദാസേട്ടൻ തമ്മിൽ റോഡ് സൈഡിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇല്ല നമുക്ക് അതൊന്നുമല്ല. അതായത് രേണുസുതി ഞാനും നമ്മൾ ചാന്തുകുടഞ്ഞൊരു മാനത്ത് കഴിഞ്ഞതിന് ശേഷം നല്ല കത്തി നിൽക്കുന്ന സമയമാണ്. എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയാസിന് ഉപരി മനോരമ, മാതൃഭൂമി, 24 ന്യൂസ്, ന്യൂസ് 18 പോലത്തെ ചാനലുകൾ വരെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തു. എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചത് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് 10 മില്യൺ അടുത്ത വീഡിയോ കയറിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ചെയ്തൊരു ആൽബമാണത്, കുണുങ്ങി കുണുങ്ങി എൻ്റെ പേര്. അതേ ബന്ധപ്പെട്ട് രാവിലെ 7 മണിക്ക് വിത്ത് പെർമിഷൻ എടുത്തുകൊണ്ട് ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് പുള്ളിക്കാരത്ത് നടന്നു വരുമ്പോൾ ഞാൻ മുമ്പിൽ വരുന്നു, പിറകിൽ പോകുന്നു. ആ ഒരു പഴയ നമ്മളെ ഇൻഹരിയർ നഗറിലെ സീനൊക്കെ ഇല്ലേ, അതേപോലത്തെ സാധനം അവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. ഞങ്ങളെ കൂടെ അഭിനയിക്കുന്ന 2 ആൾക്കാർ ബൈക്കിൽ പോയിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞതാണ്, ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തോന്നാണ് ഇതെന്ന് പറയണമെന്ന് ഞങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചതാണത്. ഞങ്ങളെ കൂടെ ആ 2 പയ്യന്മാര് ഞങ്ങളാ ആൽബം നോക്കിയാൽ ഡാൻസ് കളിക്കുന്ന, ഞങ്ങളെ പിറകിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന 2 പയ്യന്മാര് ശരിക്കും സൂം ചെയ്ത് നോക്കിയാൽ മതി. ബൈക്കിൽ പോയ 2 ആൾക്കാര് ഞങ്ങളോട് ഡാൻസ് കളിക്കുന്നുണ്ട് പിറകില്. ഡാൻസേഴ്സ് ആണ് അവര്. അവർക്ക് സീന് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞതാ, ഞങ്ങൾ പോകുമ്പോ ഇങ്ങനെ പറയണം. പറയട്ടെ. അങ്ങനെ ആൽബം റിലീസിങ്ങിന് മുമ്പായിട്ട് അതിന്റെ ഡയറക്ടർ ഈ സാധനം ഒരു റീൽ കട്ട് അയാൾ പോസ്റ്റ് ചെയ്താ. അയാൾ പോസ്റ്റ്, ഏത് ഡയറക്ടർ ആണെങ്കിലും എന്താ ചെയ്യുക, അവർ ആൽബം റീച്ച് വേണം. അപ്പൊ അവരെന്ത് ചെയ്ത്, ദാസേട്ടൻ കോഴിക്കോട് രേണുസുതി പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ ചെയ്യുന്ന സമയത്ത് 2 ബൈക്ക് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു. അവർ അഭിനയിച്ചു കഴിഞ്ഞാൽ അഭിനേതാക്കൾ തിരിച്ചു പോയാൽ ഇത് റീച്ച് കയറ്റേണ്ട ഉത്തരവാദിത്തം അഭിനേതാക്കൾക്ക് മാത്രമല്ല ഇവർക്കുണ്ട്. ഇട്ടു, അത് ആൾക്കാർ ഷെയർ ചെയ്തിട്ടതാണ്. അല്ലാതെ അതിൽ യാതൊരു ഇതില്ല. എന്നെ മാതൃഭൂമിക്കാർ വിളിച്ചു, മനോരമക്കാർ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അവസ്ഥ, അവർ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ വെറുതെ ഓൺലൈൻ ചാനലറല്ലേ, അവരെടുത്ത് ഇങ്ങനെ റീച്ച് ആക്കുക. അതിനൊരു നെഗറ്റിവിറ്റി ഇല്ല. വിത്ത് പെർമിഷൻ ഞങ്ങൾ ചെയ്ത കാര്യമാണ്.